ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ. രാധേ ശ്യാം രാധേ ശ്യാം 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 രാധേ രാധേ. ഹര ഹരോ ഹര ഹര മുരുക. അപ്പോൾ ഇന്ന് നമുക്ക് സ്കന്ദപുരാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കന്ദപുരാണത്തിലെ പരിണയത്തിന് ഒരുങ്ങുന്ന ഹിമഗിരി എന്നുള്ള ഭാഗമാണ് ഇനി വായിക്കാനുള്ളത്. അപ്പോൾ മുരുക ഭഗവാനെ കുറിച്ച് പറയാനാണെങ്കിൽ വള്ളി മണാളനാണ് മുരുക ഭഗവാൻ. അതുപോലെ ദേവയാനീനെ ദേവസേനാപതി ആയിട്ടുള്ള മുരുകൻ തന്നെ ദേവയാനീനെയാണ് വിവാഹം കഴിക്കുന്നത്. ദേവയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവേന്ദ്രന്റെ പുത്രിയാണ്. അപ്പോൾ അങ്ങനെ ദേവയാനി വള്ളി അങ്ങനെ രണ്ട് പത്നിമാരാണ് മുരുക ഭഗവാനുള്ളത്. നമ്മൾ എപ്പോഴും ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ഭഗവാനെ എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ അർദ്ധാംഗിനി ഉണ്ടല്ലേ. സ്ത്രീ ഇല്ലാതെ കൃഷ്ണനില്ല എന്ന് പറയുന്ന പോലെയാണ്. കാരണം നമുക്ക് അറിയാം, നമ്മൾ എല്ലാവരും ആദ്യമേ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവിമാർക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. ഉമാമഹേശ്വരായ നമഃ, ലക്ഷ്മി നാരായണായ നമഃ, രാധാകൃഷ്ണായ നമഃ, സീതാരാമായ നമഃ, രുക്മിണി സത്യഭാമ സമേത ശ്രീകൃഷ്ണായ നമഃ. നമ്മളിങ്ങനെ പറയുന്ന വെച്ചാൽ കാരണം ആ ശക്തിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് വാമഭാഗത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ വരണം, എന്നാൽ മാത്രമേ ആ ശ്രീകൃഷ്ണൻ ആവുകയുള്ളൂ. ലക്ഷ്മി അവിടെ വരണം. ഇപ്പം രാധാറാണി രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോഴേ അവിടെ ആ പൂർണ്ണത ഉണ്ടാവുള്ളൂ. നമുക്ക് ആ രാധയും കൃഷ്ണനും കൂടെ, അതായത് ഭഗവാൻ ഒരിക്കലും തൻ്റെ വാമഭാഗത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ലല്ലേ. അതിപ്പോൾ നാരായണനാണെങ്കിൽ ലക്ഷ്മി ദേവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ രാധാറാണീനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പം ശിവഭഗവാനാണെങ്കിൽ ഉമാദേവി ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക, അത് അത്രയും പ്രാധാന്യം സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഹിന്ദുസത്തിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം അതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്ത്രീ ഇല്ലാതെ അല്ലെങ്കിൽ രാധയില്ലാതെ അല്ലെങ്കിൽ ലക്ഷ്മി ഇല്ലാതെ ഭഗവാൻ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാം, ഇപ്പോൾ ശ്രീ മോഹൻലാൽ എന്ന് പറയുമ്പോൾ അതിൽ മോഹന് ഇത് വരുന്നുണ്ട്, അതായത് ആ സ്ത്രീ വരുന്നുണ്ട്. അപ്പം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇതിലാണ് നമുക്ക് തോന്നുന്നത്. ഹരികൃഷ്ണൻസ് സിനിമ നിങ്ങൾക്കറിയാം, ഹരിയും കൃഷ്ണനും ഉണ്ട്. അപ്പം രണ്ടും വ്യത്യസ്തമാണ്. ഹരി എന്ന് പറഞ്ഞാൽ വേറൊരിതാണ്, അതായത് നാരായണനാണ്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ സഹോദരനാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പം ഹരി കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ഹരി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഹരിയും കൃഷ്ണനും വ്യത്യസ്തമുണ്ട്. അത് മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മോഹനം അല്ലെങ്കിൽ ആ ഒരു മായ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ രാധാറാണി ചേരുമ്പോഴാണ് ഭഗവാൻ ഉണ്ടാകുന്നത്, ശ്രീകൃഷ്ണൻ. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഹരി എന്ന് പറയുമ്പോൾ അത് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ മീൻസ് ഹരിയുടെ അതാണ്. അതായത് നമ്മുടെ ലക്ഷ്മി ദേവിയാണ് വരുന്നത് അവിടെ. മനസ്സിലായോ? അപ്പം രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്. ശ്രീയും രാധാറാണിയും ചേരുമ്പോഴാണ് ശ്രീകൃഷ്ണൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതുപോലെ ലക്ഷ്മി ചേരുമ്പോഴാണ് ശ്രീ ഹരി ഉണ്ടാവുന്നത്. അവിടെ ശ്രീ വരുന്നുണ്ട്, ശ്രീ ഹരി. മനസ്സിലായോ? അപ്പം ദേവിമാർക്ക് അത്രയും പ്രാധാന്യം ഉണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ദേവീനെ നമുക്ക് ഒഴിച്ചു നിർത്തിയിട്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ മാത്രമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ഭഗവാന്റെ ഒരു ചൈൽഡിഷ് ഭാവമായിരിക്കും വരുന്നത്. മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ചെറുപ്പ കാലത്തുള്ള ആ കുട്ടിത്തമായിട്ടുള്ള കൃഷ്ണനായിരിക്കും. പക്ഷെ നമ്മൾ രാധാകൃഷ്ണായ നമഃ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാന്റെ എന്താ പറയാ യൗവന യുക്തമായിട്ടുള്ള
ആ യുവത്വത്തിലുള്ള ശ്രീകൃഷ്ണനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ ഹരേ എന്ന് പറയുന്നത് പ്രതിനിധാനം ചെയ്യുന്ന രാധാറാണിനെ ആണെന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അവിടെ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപം, വിളക്കാണ്, ഐശ്വര്യമാണ്. ഐശ്വര്യമുള്ള കൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം ഇത് തമ്മിൽ നമ്മൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ സ്കന്ദപുരാണത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ശ്രീ മുരുകൻ എന്നാണ് നമ്മൾ പറയുന്നത്. മുരുകൻ എന്ന് പറയില്ല, നമ്മൾ ശ്രീ മുരുകനാണ്. കാരണം ശ്രീ, അവിടെ ശ്രീ എന്ന് പറയുന്നത് ഭഗവാന്റെ പത്നീഭാവം അലങ്കരിക്കുന്നവരാണ്. ഭഗവാന്റെ പത്നീഭാവം അലങ്കരിക്കുന്നതാണ് വള്ളിയും ദേവയാനിയും. മനസ്സിലായോ? വള്ളിയും ദേവയാനിയും ആണ് ഭഗവാന്റെ ശ്രീ എന്ന് പറയുന്നത്, അതായത് ലക്ഷ്മി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ആത്മീയതയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഭഗവാന്റെ വാമഭാഗത്തെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ഒന്നും ചെയ്യാൻ കഴിയും. ഇപ്പൊ നമുക്കായാലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെ വാമഭാഗത്തിന് നമുക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഭർത്താവില്ല, അല്ലെങ്കിൽ ഭാര്യ ഇല്ല, നമുക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് എപ്പോഴായാലും അതൊരു കൂടെ ഒരാളുള്ളപ്പോഴും, അത് എങ്ങനെയുള്ള ആളായാലും കൂടെ ഒരാളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമുക്ക് രണ്ട് വ്യത്യാസമായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടി ബലമാണെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് മീൻസ് അങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങൾ, കാര്യങ്ങൾ കാണും. അപ്പോൾ അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലർ ഭഗവാനെ മാത്രമായിട്ട് പ്രാർത്ഥിക്കും. മീരാദേവിയുടെയൊക്കെ മീരാദേവിയുടെ ആ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഭഗവാനെ മാത്രമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രീകൃഷ്ണനെ മാത്രം പ്രാർത്ഥിക്കും, ഭഗവാനെ മാത്രമായിട്ട് പ്രാർത്ഥിക്കും. അതും ഒരു ഭക്തിയാണ്. അങ്ങനെ ഒരു ഭക്തിയുണ്ട്. അപ്പം അത്രത്തോളം നമുക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? അത്രത്തോളം ഉയർന്ന ഒരു ഭക്തി നമുക്ക് ആ ഭഗവാനിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മറ്റുള്ള എല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളതിലൊന്നും ഒരു എന്താ പറയുക, ഭൗതികമായിട്ടുള്ള ഒരു ഇതിലും നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവാതെ ഇതെല്ലാം നമുക്ക് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയണം. ആ ഒരു മനസ്ഥിതി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മീരാദേവീനെയൊക്കെ പോലുള്ള ആ ഒരു ഭക്തിയിലേക്ക് വരാൻ കഴിയുള്ളൂ. നമ്മളൊന്നും അത്രയൊന്നും ആയിട്ടില്ല. കാരണം നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഇതിലേക്ക്, നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കില്ലല്ലേ? അതിന് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ജന്മങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും ചിലർക്ക്. അങ്ങനെ പല ഇതുണ്ടാവുമായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പൊ ഭക്തി എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് ഭക്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ഒരാൾ ഭക്തി ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് ഇതാക്കാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഇവരെ പറയാനോ ഉള്ളതൊന്നും നമുക്ക് വോയിസൊന്നും നമുക്കില്ല. അതൊക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഭഗവാനും ഭഗവതിയൊക്കെയാണ് തീരുമാനിക്കുന്നത്. അപ്പം ആ ഭഗവാന് നമ്മുടെ മനസ്സ് എന്താണെന്ന്, നാം എന്താണെന്ന് നമുക്കറിയാം. ചിലർ അതായത് മീൻസ് അങ്ങനെയില്ല, ചിലർക്ക് ആ ഒരു സ്വാർത്ഥത എന്ന് അത് പറയാൻ കഴിയില്ല. ചിലർക്ക് ആ ഭഗവാനിലേക്ക് ആഴത്തിൽ വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് അവർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാനുള്ളൊരു മനസ്ഥിതി അവർക്ക് ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാവണമെന്നില്ല അല്ലേ? നമുക്ക് ഒരു ലാസ്റ്റ് ഒരു ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർമ്മ, ഇപ്പം നമ്മൾ സ്വാർത്ഥത അങ്ങനെ മീൻസ് അങ്ങനെയല്ല, നമുക്ക് അവരെ രക്ഷിക്കണമെന്നുള്ളൊരു മനസ്സുണ്ടാവും. ഇപ്പം നമുക്ക് മാത്രമായിട്ട് മരണശേഷം നമുക്ക് മാത്രമായിട്ട് വൈകുണ്ഠത്തിൽ പോകണോ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ പോകണോ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ, കാരണം നമ്മൾ കൂടെയുള്ളവരെയും കൂടെ രക്ഷിക്കാനേ നമ്മൾ ശ്രമിക്കൂ. ചിലരങ്ങനെയാണ്, ചിലരുടെ മനസ്സ് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ എനിക്കറിയില്ല. ചിലരങ്ങനെയാണ് ഭക്തി ചെയ്യുന്നത്. കാരണം നമ്മൾ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ രക്ഷപ്പെടണം എന്നുള്ളൊരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവും. നമ്മുടെ അമ്മയായാലും അച്ഛനായാലും അനിയനായാലും ഹസ്ബൻഡായാലും മോനായാലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ എവിടെയാണെങ്കിലും അവർ എല്ലാം നമ്മുടെ ഈ ഭൂമിയിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും.
ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കാറുള്ളത്. കാരണം നമുക്ക് അങ്ങനെ ഒരു നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആരെയും ഉപേക്ഷിക്കാൻ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ബന്ധുക്കളെ, നമ്മുടെ എന്താ പറയുക, നല്ല ആൾക്കാരെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അല്ലേ. അപ്പം അതിലേക്ക് നമുക്ക് എത്തണം, ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ അത് പടിപ്പടിയായിട്ടാണ് എത്തുന്നതെങ്കിലും നമ്മുടെ കൂടെ ഈ പറയുന്ന എല്ലാവരും ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. അതെപ്പോഴും ഞാൻ ഈ ഒരു അവസരത്തിലും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരിക്കലും നമ്മൾ സ്വാർത്ഥത മനോഭാവം മനസ്സിൽ വരാൻ പാടില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തിയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സ്വാർത്ഥത വന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും ഭഗവാന്റെ സ്വന്തമാണ്. നമുക്ക് ഉള്ളതെല്ലാം തന്നെയും ഭഗവാന്റെ സ്വന്തമാണ്. മനസ്സിലായോ? നമുക്കുള്ള നമ്മുടെ കുടുംബമായാലും നമ്മുടെ കുട്ടികളായാലും എല്ലാം നമുക്ക് ഭഗവാൻ തന്നെ തരുന്നതാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഒറ്റയ്ക്കാണ് നമ്മൾ യാത്രയെങ്കിൽ കൂടിയും സ്വാർത്ഥത നമ്മുടെ മനസ്സിൽ ഈ ഒറ്റയ്ക്ക് നമുക്ക് ഇതാണെങ്കിൽ കൂടിയും അവരെയും നമ്മുടെ അടുത്തേക്ക് തന്നെ ഭഗവാൻ എത്തിക്കും. അതിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ സ്നേഹിച്ചവർ, നമുക്ക് വേണ്ടി സേവ ചെയ്തവർ, നമ്മളെ ഒരുപാട് എന്താ പറയുക വേദനിപ്പിച്ചതല്ല, ഒരുപാട് സന്തോഷിപ്പിച്ചവർ, നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിച്ചവർ, നന്മയുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ഭഗവാൻ അവരെ കൈവിടത്തില്ല. ആ ഒരു വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ രക്ഷപ്പെടുന്നതിനോടൊപ്പം നമുക്ക് ഭക്തിയിൽ കുറേ പേരെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത്രയും പേരെ നമ്മൾ നന്മ പറഞ്ഞു കൊടുത്തിട്ട് ആ നന്മയിലേക്ക് നയിച്ച് ഭഗവാനിലേക്ക് എത്തിക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ദേവിയോടായാലും ഭഗവാനോടായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടും കൂടി ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക. ഇനി മീരാദേവിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണ ഭക്തി എന്നൊക്കെ പറയുന്ന അത് ഒരു അത്രയും ടോപ്പ് മോസ്റ്റ് ഭക്തിയാണ് അതൊക്കെ. മനസ്സിലായോ? ഇപ്പം നന്ദി ഭഗവാന്, ശിവഭഗവാനോടുള്ള ഭക്തി, ഇതൊക്കെ എന്ന് പറയുന്നത് അത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഭക്തിയാണ്. ഇങ്ങനെയുള്ള ഭക്തിയൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല എന്ന് പറയാം അല്ലേ. ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത്രയും പ്യുവറായിട്ടുള്ള, അത്രയും ഇതായിട്ടുള്ള ഭക്തിയൊക്കെ ഉള്ളവർ വളരെ ചുരുക്കം. അങ്ങനെ ആരും കാണില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പം അതൊക്കെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായപ്പം എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാ നല്ലവരെയും ചേർത്ത് നിർത്തുക, നന്മയിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവരെയും നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ആ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ഭക്തിയിലൂടെ നമുക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഭഗവാനും അത് ഇഷ്ടമാണ്. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ചിട്ട് വരണം, അങ്ങനെ പറഞ്ഞിട്ടില്ല ഭഗവാൻ. പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ സാഹചര്യം അതാണ്, നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഭഗവാനിൽ അഭയം ചോദിച്ചാൽ നമുക്ക് തരും. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് അമ്മമാരാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു സ്ത്രീജന്മമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു അമ്മയാണ്. അപ്പം എത്രയൊക്കെയാലും നമ്മുടെ മക്കളെ നമുക്ക് കൈവിടാൻ കഴിയില്ല അല്ലേ. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെ ആയാലും നമ്മുടെ അമ്മ, അച്ഛനെ, അനിയനെയൊക്കെ ആയാലും നമ്മുടെ സഹോദരങ്ങളായാലും നമുക്ക് കൈവിടാൻ കഴിയില്ലല്ലേ. അപ്പം എല്ലാവരും നമ്മൾ ചേർത്ത് നിർത്തുക, ഭഗവാനോട് അവർക്കും കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു അവസരത്തിലും പ്രാർത്ഥിക്കുന്നത്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഏത് തലത്തിൽ എവിടെ ആയിക്കോട്ടെ, പക്ഷെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്കും കൂടി ആ ഒരു അവസരം കൊടുക്കണം. അവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത്, നമ്മുടെ ബന്ധുജനങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും നന്മയുള്ളവർക്കും ഇനി നന്മയിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? അത് സ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന ആവരുത് ഒരിക്കലും. നമുക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു സ്വാർത്ഥ രീതിയിലുള്ളൊരു പ്രാർത്ഥന ആയിരിക്കില്ല. എല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് അതിൻ്റെ ശരിയെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭക്തി ചെയ്യുന്നത്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനോട്. അതിപ്പോൾ ശിവഭഗവാനോടായിക്കോട്ടെ, ദേവിയോടായിക്കോട്ടെ, ശ്രീകൃഷ്ണനോടായിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവിക ഭാവത്തിലുള്ള ദേവിയോടായിക്കോട്ടെ, ആരോട് ആയിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഹരേ കൃഷ്ണ, ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. അപ്പം ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് പരിണയത്തിനൊരുങ്ങുന്ന ഹിമഗിരി എന്നുള്ള ഭാഗമാണ് സ്കന്ദപുരാണത്തിലെ. അപ്പം അത് നമുക്ക് വായിക്കാം കേട്ടോ.
ഹിമവാന് കൈവന്ന സൗഭാഗ്യത്തിൽ ത്രിലോകവാസികളും സന്തോഷിച്ചു. അദ്ദേഹം പുത്രിയായ പാർവതീ ദേവിയെ ചന്ദ്രകലാധരന് പാണിഗ്രഹണം ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും കേമമായ ഒരു പരിണയമാണ് ഹിമവാൻ വിഭാവന ചെയ്തത്. വിവാഹ ചടങ്ങുകൾ സകല ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയും അത്യന്തം ആഡംബരത്തോടു കൂടിയുമായിരിക്കണമെന്ന് ആ പിതാവിന് നിർബന്ധമായിരുന്നു. ഹിമശൃംഗങ്ങൾ പരമാവധി മൂടി പിടിപ്പിക്കുന്നതിനായി അദ്ദേഹം ദേവശില്പിയെ നിയോഗിച്ചു. ശിവപാർവതീ പരിണയത്തിന് അലങ്കാര മണ്ഡപങ്ങൾ പണിയുകയാണ് ആദ്യം വേണ്ടത്. അപൂർവമായ ഈ നിയോഗം തനിക്കു ലഭിച്ചതിൽ ദേവശില്പി ഈശ്വരന്മാരെ സ്തുതിച്ചു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ദേവശില്പി തന്റെ പണി ആരംഭിച്ചു. ആകാശത്തോളം വളർന്നു നിന്നിരുന്ന ദേവദാരുക്കളെ പന്തലിനു കാലുകളാക്കി. വളർന്നു പന്തലിച്ചു നിന്നിരുന്ന മുളങ്കൂടുകളെ പന്തലിന്റെ ഉപരിതലത്തിൽ നിർത്തുന്നതിനുള്ള കഴകളാക്കി. അപ്പോൾ മണ്ഡപം, കല്യാണ മണ്ഡപം, ശിവഭഗവാന്റെയും പാർവതീ ദേവിയുടെയും വിവാഹത്തിന് വേണ്ടിയുള്ള വിവാഹ മണ്ഡപം ഒരുക്കാൻ വേണ്ടിയിട്ട് ദേവശില്പിനെയാണ് നിയോഗിക്കുന്നത്. അങ്ങനെ ദേവശില്പി എന്ത് ചെയ്യുകയാണ്? അങ്ങനെയുള്ള ആ ഒരു കല്യാണ മണ്ഡപം, തൂണും ഇതൊക്കെ എല്ലാം ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ്. എങ്ങനെയാണ്? ദേവദാരുക്കളെ പന്തലിന് കാലുകളാക്കി. ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ദേവദാരുക്കളെയാണ് പന്തലിന് കാലുകളാക്കിയത്. പന്തലിന്റെ ഉപരിതലത്തിന് മുളങ്കൂടുകളെയാണ് നിരത്തി കഴകളാക്കിയത്. ആകാശമേഘങ്ങളെ പന്തൽ മേയുന്നതിനുള്ള ഓലകളാക്കി. അങ്ങനെ ആകാശമേഘങ്ങളെയാണ് പന്തൽ മേയുന്നതിനുള്ള ഓലകളാക്കി മാറ്റിയത്. ഗിരിശൃംഗങ്ങൾ അലങ്കാര ഗോപുരങ്ങളായും സമതല പ്രദേശങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്നതിനുള്ള ഭവനങ്ങളായും ആനക്കൊട്ടിലുകളായും കുതിരാലയങ്ങളും സേവകർക്കുള്ള താമസപുരകളായും ദേവശില്പി സങ്കല്പിച്ചു. ഈ മണിമണ്ഡപങ്ങൾക്ക് തോരണങ്ങൾ തൂക്കാൻ പുഷ്പശരങ്ങളും മയിൽപീലികളും കവരിമാൻ രോമങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു. കൂടാതെ ദേവന്മാർക്കും മഹർഷിമാർക്കും യക്ഷകിന്നര ഗന്ധർവന്മാർക്കും വിദ്യാധരന്മാർക്കും മറ്റു സകല സുഖസൗകര്യങ്ങളോടു കൂടി മരുവുന്നതിനുള്ള മണിമന്ദിരങ്ങളും അവയ്ക്കുള്ളിൽ ആവശ്യമായ ശ്രേഷ്ഠ പീഠങ്ങളും ദേവശില്പി സ്വന്തം ഭാവനയാൽ പണി കഴിപ്പിച്ചു. 10,000 യോജന ദൂരം വിസ്താരമുള്ള ഹിമവാന്റെ കൊട്ടാരം സ്വർണവർണ്ണത്തിൽ പ്രശോഭിതമായി. സഭാമണ്ഡപ മധ്യത്തിൽ കനകമണി നിർമ്മിതമായ കതിർമണ്ഡപം ഉയർന്നു. ചന്ദനത്തിന്റെയും കസ്തൂരിയുടെയും മറ്റു സുഗന്ധ വസ്തുക്കളുടെയും പരിമളത്താൽ വിവാഹ മണ്ഡപശാല അത്യാകർഷകമായി തീർന്നു. ബ്രഹ്മാദി ദേവന്മാർക്കിരിക്കുന്നതിന് രത്നസിംഹാസനങ്ങളും അവയിൽ വിരിക്കുന്നതിന് മേഘകാന്തി ചിന്തുന്ന വിവിധ നിറങ്ങളിലുള്ള പട്ടുവസ്ത്രങ്ങളും ദേവശില്പി സ്വന്തം ഭാവനയാൽ നിർമ്മിച്ചു. വിവാഹ മണ്ഡപത്തിലും ഭിത്തികളിലും നവരത്നചിതമായ ഹാരങ്ങൾ തൂക്കി. ഗോപുരവാതായനങ്ങളിലാകട്ടെ മഹർഷിവര്യന്മാരുടെയും ദേവന്മാരുടെയും അപ്സര സുന്ദരിമാരുടെയും ജീവൻ തുടിക്കുന്ന ശില്പികൾ നിർമ്മിച്ച് സ്ഥാപിച്ചു. പറന്നുയരുന്ന പക്ഷികളുടെയും പീലി വിടർത്തിയാടുന്ന മയൂരങ്ങളുടെയും മതയാനുകളുടെയും കുതിച്ചു പായുന്ന അശ്വങ്ങളുടെയും ധീരയോദ്ധാക്കളുടെയും അതിമനോഹരമായ ശില്പങ്ങൾ മണ്ഡപ തൂണുകളിലും പ്രവേശന കവാടത്തിലും സ്ഥാപിച്ചു. വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ മനം കുളിർപ്പിക്കുന്ന ഇത്തരം കാഴ്ചകൾ കൊണ്ട് ദേവശില്പി തന്റെ വിരുദ് പ്രകടമാക്കി. വേദശാസ്ത്രവിധി പ്രകാരമാണല്ലോ ദേവന്റെ പരിണയം നടക്കേണ്ടത്. അതിനാവശ്യമായ ഹോമകുണ്ഡവും മഹർഷിമാർക്ക് ചുറ്റിലും ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിനുള്ള ഇരിപ്പിടങ്ങളും വിവിധ പാത്രങ്ങളിലായി ഹോമദ്രവ്യങ്ങളും സജ്ജമാക്കി. സൂര്യകാന്തം, ചന്ദ്രകാന്തം, പളുങ്ക്, സ്വർണം, പവിഴം, മുത്ത് മുതലായവ കൊണ്ട് കതിർമണ്ഡപ സ്തൂപങ്ങൾ അലങ്കരിക്കപ്പെട്ടു. ആ പരിസരത്ത് തന്നെ കരിങ്കൂവളം, ചെങ്കൂവളം, വെൺതാമര മുതലായ ശ്രേഷ്ഠ പുഷ്പങ്ങൾ വികസിച്ചു നിൽക്കുന്ന പൊയ്കകളും കൽപ്പകം, അകില്, വാഴ, കവുങ്ങ്, പ്ലാവ്, മാവ്, മാതളം മുതലായ വൃക്ഷങ്ങൾ ഫലമേന്തി നിൽക്കുന്ന വാടികളും സൃഷ്ടിക്കപ്പെട്ടു. ഇപ്രകാരം ശിവപാർവതീ പരിണയത്തിനായി ഹിമാലയ പർവ്വത സാനുവിൽ മണ്ഡപം ഒരുക്കിയ ശേഷം ദേവശില്പി ഹിമവാനെ അവിടേക്ക് ക്ഷണിച്ചു. അങ്ങനെ വളരെയധികം മനോഹരമായിട്ടാണ് ദേവശില്പി ആ ദേവമണ്ഡപം അല്ലെങ്കിൽ ആ വിവാഹ മണ്ഡപം നിർമ്മിക്കുന്നത്. അതിനുശേഷം ദേവശില്പി ആരെ വിളിക്കുകയാണ്? ഹിമവാനെ വിളിക്കുകയാണ്. ഹിമവാനാകട്ടെ പുത്രിയുടെയും സർവേശ്വരന്റെയും പരിണയത്തിനുള്ള ഒരുക്കങ്ങൾ കണ്ട് സന്തുഷ്ട ചിത്തനായി തീർന്നു. അദ്ദേഹം ദേവശില്പിയെ വാനോളം പുകഴ്ത്തി.
ശ്രേഷ്ഠമായ സമ്മാനങ്ങളും നൽകി യാത്രയാക്കി. തുടർന്ന് ഹിമവാൻ തന്റെ ദൂതന്മാരെ വിളിച്ച് ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ മുതലായ ദേവന്മാരെയും മഹർഷിമാരെയും അവരുടെ പത്നിമാരെയും പരിജനങ്ങളെയും തങ്ങളുടെ പ്രിയ പുത്രിയുടെ വിവാഹത്തിൽ സംബന്ധിച്ച് അനുഗ്രഹാശിസ്സുകൾ നൽകുന്നതിനായി ക്ഷണിക്കാൻ ഏൽപ്പിച്ചു. തങ്ങളുടെ സ്വാമിയുടെ ആജ്ഞ കേൾക്കേണ്ട താമസം രാജദൂതന്മാർ 8 ദിക്കുകളിലും ചെന്ന് ശിവപാർവതി പരിണയത്തിന്റെ മംഗളവാർത്ത അറിയിച്ചു. അങ്ങനെ രാജദൂതന്മാർക്ക് ഹിമവാൻ ആ ഒരു സന്ദേശം, അതായത് പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും വിവാഹത്തിനായിട്ടുള്ള സന്ദേശം കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ സന്ദേശവും കൊണ്ട് രാജദൂതന്മാർ 8 ദിക്കുകളിലേക്കും പോവുകയാണ്. ഈ സമയത്ത് ശ്രീ പരമേശ്വരനും തന്റെ മംഗല്യവാർത്ത ബ്രഹ്മാദി ദേവന്മാരെ അറിയിക്കുന്നതിനും ഏവരെയും ക്ഷണിക്കുന്നതിനും നന്ദികേശ്വരനെ നിയോഗിച്ചു കഴിഞ്ഞിരുന്നു. നന്ദികേശ്വരൻ തന്റെ യജമാന ഭക്തിയുടെ ബലത്താൽ സ്മരണമാത്രയിൽ തന്നെ ഏവരെയും ആ ശുഭവാർത്ത ധരിപ്പിക്കുകയും ചെയ്തു. കാലാഗ്നി രുദ്രൻ, കൂഷ്മാണ്ഡേശ്വരൻ, ഹാടകേശൻ, വീരഭദ്രൻ, മഹാചാത്തനാർ, ഏകാദശ രുദ്രന്മാർ, രുദ്രഗണങ്ങൾ, കുണ്ടോധരൻ, ഖണ്ഡാകർണൻ, ഭാനുകമ്പൻ, ശംഖുകർണൻ മുതലായ ശിവഗണ ശ്രേഷ്ഠന്മാരും ഓരോരുത്തരുടെയും ആശ്രിതന്മാരായ ശതകോടി ഭൂതഗണങ്ങളും വിഷ്ണുദേവനും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും അഷ്ടദിക് പാലകന്മാരും സൂര്യചന്ദ്രാദി ഗ്രഹാധിപന്മാരും നക്ഷത്രങ്ങളും സപ്തകന്യകമാരും നന്ദികേശ്വരന്റെ ക്ഷണമനുസരിച്ച് കൈലാസ ശൃംഗത്തിൽ വന്നു ചേർന്നു. തുടർന്ന് ആഗതരായ എല്ലാ പേരെയും പ്രതിനിധാനം ചെയ്ത് ബ്രഹ്മദേവൻ ശിവശങ്കരനെ പ്രണമിച്ച് അറിയിച്ചു. അല്ലയോ ഗംഗാധര ഭഗവാനെ, അങ്ങയുടെ രൂപവും ഭാവവും എല്ലാം വിലപിടിച്ച തത്വങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ അങ്ങയുടെ ആഭരണങ്ങളും വേഷവിധാനവും എല്ലാം ലോകത്തിന് നൽകാനുള്ള വിലപിടിച്ച പാഠങ്ങളാണെന്നും ഞങ്ങൾക്കറിയാം. പാർവതീ പരിണയം നടക്കുന്നത് പോലും കുമാരസംഭവത്തിലൂടെ ലോകത്തിന് ശ്രേഷ്ഠഗതി കൈവരുത്തുന്നതിനാണെന്ന് അല്പജ്ഞരാണെങ്കിലും ഞങ്ങൾ അറിയുന്നു. അതിനാൽ തന്നെ സങ്കോച ചിത്തത്തോടു കൂടിയാണ് അങ്ങയുടെ മുമ്പിൽ ഈയൊരു അപേക്ഷ ഞങ്ങൾ സമർപ്പിക്കുന്നത്. വിവാഹം എന്ന മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അങ്ങ് ധരിച്ചിരിക്കുന്ന പന്നകങ്ങൾ, പന്നിക്കൊമ്പ്, കപാലമാല, ആമത്തോട് മുതലായവയെ വെടിഞ്ഞ് ഒരു നവവരന് വേണ്ടുന്ന ആഭരണങ്ങളും കിരീടവും ധരിക്കാൻ കനിവുണ്ടാകണം. ലോകബോധ്യത്തിന് വേണ്ടിയെങ്കിലും അങ്ങ് ഇപ്രകാരം ഒരു പുതുവേഷം ധരിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ പാർവതി പരിണയം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാനോട്, ശിവഭഗവാനോട് ദേവഗണങ്ങളും അതുപോലെ ബ്രഹ്മദേവനെ എല്ലാവരും പറയുകയാണ്, ഭഗവാൻ ഇങ്ങനെയുള്ള ഒരു വേഷം ഒന്ന് മാറ്റിയിട്ട് ഈ പുലിത്തോലും ഇങ്ങനെയുള്ള ഈ ഒരു ഇതെല്ലാം മാറ്റി ഭസ്മധാരിയായിട്ടിരിക്കുന്ന ആ ഒരു രൂപമെല്ലാം മാറ്റിയിട്ട് ഭഗവാൻ അതിസുന്ദരമായിട്ടുള്ളൊരു സുന്ദര ശിവരൂപം, അതായത് സുന്ദര ഒരു രൂപത്തിലേക്ക്, ആ ഒരു പുതുവരന്റെ ആ ഒരു നല്ല രൂപത്തിലേക്ക് മാറണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള വേഷഭൂഷാദികളൊക്കെ അങ്ങ് ധരിക്കണം, ഈ ഒരു സമയത്ത് ധരിക്കണമെന്ന് ഭഗവാനോട് പറയുകയാണ്. തുടർന്ന് ദേവന്മാരും മറ്റുള്ളവരും തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ ശ്രീ പരമേശ്വരന്റെ മുൻപിൽ അർപ്പിച്ചു. എന്നാൽ ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതോടെ അത്ഭുതം സംഭവിക്കുകയായി. ഭഗവാൻ ധരിച്ചിരുന്ന പന്നകങ്ങളും കപാലമാലയും ആമത്തോടും പന്നിക്കൊമ്പും എല്ലാം സൂര്യശോഭയെഴുന്ന വൈഡൂര്യാദി ആഭരണങ്ങളായി പരിണമിച്ചു. ത്രിപുരദഹന വേളയിൽ ദേവന്മാർ നൽകിയ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ച് തന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ത്രിപുരങ്ങളെയും ദഹിപ്പിച്ച മഹാദേവൻ തന്റെ പരിണയവേളയിലും ദേവന്മാർ കൊണ്ടുവന്ന കാഴ്ചദ്രവ്യങ്ങൾ ഉപേക്ഷിച്ച് തന്റെ പുഞ്ചിരി ഒന്നുകൊണ്ട് മാത്രം സർവാഭരണ വിഭൂഷിതനായി ചമഞ്ഞിരിക്കുന്നു. ആ ആശ്ചര്യകരമായ കാഴ്ച കണ്ട് ബ്രഹ്മാദി ദേവന്മാർ ഭഗവാന്റെ പ്രഭാവത്തെ പ്രണമിച്ചു നിന്നു. ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ഹിമവാനും പരിവാരങ്ങളും കൈലാസഗിരിയിൽ എത്തിച്ചേർന്നു. അവർ ശ്രീ പരമേശ്വരനെ ദർശിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു: ഗംഗാധരനായ ഭഗവാനെ, അവിടുന്ന് പാർവതി ദേവിയെ പരിണയം ചെയ്ത് ലോകക്ഷേമം നടപ്പാക്കാൻ നിശ്ചയിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പരിണയത്തിന് മംഗളമുഹൂർത്തമെന്ന് കണ്ടിരിക്കുന്ന മീനമാസത്തിലെ ഉത്രം നക്ഷത്രം ഇന്നാണ്. അതിനാൽ ഉമാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നതിന് ഈ ശുഭദിനത്തിൽ തന്നെ ഹിമാലയത്തിലേക്ക് എഴുന്നള്ളണമെന്ന് അപേക്ഷിക്കുകയാണ്. പർവ്വതരാജന്റെ വിനയപൂർവ്വമുള്ള അപേക്ഷ കൈക്കൊണ്ട് ശ്രീ പരമേശ്വരൻ പരിവാര സമേതനായി ഹിമാലയത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങി.
അങ്ങനെ മഹാദേവനോട് പറയുകയാണ്, അങ്ങ് പാർവതീ ദേവീനെ പരിണയിക്കാനായിട്ട് വരാൻ പറയുകയാണ്. അപ്പം ഭഗവാന്റെ ആ വേഷഭൂഷാദികളെല്ലാം തന്നെ മാറുകയാണ്. അതിസുന്ദരമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആ രത്നക്കല്ലുകൾ പതിച്ച മാലകൾ, കമ്മലുകൾ, അങ്ങനെയുള്ള ഇതെല്ലാം ധരിച്ചുകൊണ്ട് അത്യത്ഭുതമായിട്ടുള്ള ആ ഒരു രൂപത്തിലേക്കാണ് ശിവഭഗവാൻ മാറുന്നത്. ആ ഒരു വിവാഹ വേഷത്തിലേക്ക് മാറുന്നത്. സുന്ദര ശിവനായിട്ട് ഭഗവാൻ മാറുകയാണ്. എന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, പാർവതീ ദേവിയെ പരിണയം ചെയ്യാനുള്ള ഒരു ശുഭമുഹൂർത്തമാണ്, ഉത്രം നക്ഷത്രത്തിലുള്ള ഒരു ശുഭമുഹൂർത്തമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഭഗവാൻ കൈലാസത്തിലേക്ക് വരികയും അങ്ങനെ ഈ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ പർവ്വതരാജന്റെ വിനയപൂർവ്വമുള്ള ഒരു അപേക്ഷ കൈക്കൊണ്ടുകൊണ്ട് ശ്രീ പരമേശ്വരൻ പരിവാര സമേതനായി ഹിമാലയത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇനി അടുത്ത വിവാഹ പർവം എന്നുള്ള ഭാഗമാണ്, അതും കൂടി വായിക്കാം. ഹരഹര മഹാദേവ ഹരേ, ഹരഹരോ ഹരഹര. വിവാഹ പർവം. നന്ദികേശ്വരനും ദേവന്മാരും മഹർഷിമാരും സ്തുതിഗീതങ്ങളാൽ മുഖരിതമാക്കിയ അന്തരീക്ഷത്തിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയെ പരിണയിക്കുന്നതിനായി യാത്ര പുറപ്പെട്ടു. സർവാലങ്കാര ഭൂഷിതനായി ഭഗവാൻ വിവാഹയാത്രയ്ക്ക് എഴുന്നള്ളിയപ്പോൾ വേദമന്ത്രോച്ചാരണ ധ്വനികളാൽ കൈലാസം പ്രതിധ്വനിച്ചു. ഹരഹര മഹാദേവ എന്ന നാമജപത്താൽ ഋഷികളും ദേവന്മാരും ഭൂതഗണങ്ങളും ഭഗവാനെ എതിരേറ്റു. ഭഗവാന്റെ സീമന്തപുത്രനായ ഗണേശൻ തന്റെ 507 കോടി ഭൂതഗണങ്ങളോടുകൂടി ശ്രീ പരമേശ്വരനെ അനുഗമിച്ചു. സൂര്യചന്ദ്രന്മാർ ഭഗവാന് കുട പിടിച്ചു. വരുണ ഭഗവാൻ ആലവട്ടമേന്തി. ദേവേന്ദ്രൻ വെഞ്ചാമരം വീശി. സാക്ഷാൽ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും കൈലാസനാഥന്റെ നിഴൽ പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു. ഭൂതഗണങ്ങളാകട്ടെ ഒരു വിവാഹ ഘോഷയാത്രയ്ക്ക് അനുയോജ്യമാം വിധം വാദ്യങ്ങൾ മുഴക്കുകയും ഗാനാലാപനം നിർവഹിക്കുകയും ചെയ്തു. അന്തരീക്ഷം പ്രസാദാത്മകമായി തീർന്നു. ഒരുപക്ഷെ 3 ലോകങ്ങളും അതിനു മുൻപ് ഇவ்விധത്തിലുള്ള ഒരു വിവാഹ ഘോഷയാത്ര കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ആഘോഷ തിമിർപ്പും ആഡംബരവും നിറഞ്ഞതായിരുന്നു പാർവതീ പരിണയാർത്ഥം നടന്ന ആ ഘോഷയാത്ര. വരനും കൂട്ടരും ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ പർവ്വതരാജൻ അത്യന്തം ചിത്തനായി തീർന്നു. ദേവന്മാരും മുനിശ്രേഷ്ഠന്മാരും ഭൂതഗണങ്ങളും ഉൾപ്പെട്ട ആ സംഘത്തെ സർവമംഗള ആചാരവിധി പ്രകാരം തന്നെ ഹിമവാൻ സ്വീകരിച്ചാനയിച്ചു. ഹിമവാന്റെ തൽസ്ഥാനമാണ് ഔഷധി പ്രസ്ഥം. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന പരമേശ്വരാദി ദേവന്മാരെയും മറ്റ് അതിഥികളെയും യഥാവിധി പൂജിച്ച് ഔഷധി പ്രസ്ഥത്തിലേക്ക് നയിച്ചു. അവിടെ സന്നിഹിതരായിരുന്ന മഹർഷി വര്യന്മാർ പൂർണ്ണ കുംഭങ്ങളോടെ ശ്രീ പരമേശ്വരനെ സ്വീകരിച്ചു. സ്തുതിഗീതങ്ങളും ഭക്തിരസ പ്രധാനമായ വാക്കുകളും എങ്ങും മുഴങ്ങി. കൊമ്പും കുഴൽവിളിയും ഉയർന്നു. എങ്ങും നെയ്വിളക്കുകൾ തെളിഞ്ഞു. ഭഗവാനെ ആരതി ഒഴിയിക്കാനും ഉപചരിക്കാനും സ്ത്രീരത്നങ്ങൾ മത്സരിച്ചു. കൊട്ടും കുരവയും ആർപ്പുവിളികളും കൊണ്ട് ശിവപാർവതി പരിണയത്തിനുള്ള അന്തരീക്ഷം ഒരുങ്ങി. ഹിമവൽ കൊട്ടാരത്തിന്റെ അന്തപുരത്തിൽ ശ്രീ പാർവതീ ദേവി വിവാഹത്തിനുള്ള ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഐശ്വര്യത്തിന്റെയും അതിദേവതയായ ശ്രീ ലക്ഷ്മി ദേവിയും വിദ്യാദേവതയായ സരസ്വതീ ദേവിയും ഇന്ദ്രപത്നിയായ ഇന്ദ്രാണിയും മറ്റ് ദേവിമാരും ശക്തി സ്വരൂപിണിയായ ശ്രീ പാർവതീ ദേവിയെ അണിയിച്ചൊരുക്കുന്നതിൽ മത്സരിച്ചു. ദേവി ധരിച്ചിരിക്കുന്ന വൽക്കലം മുതലായ തപോവസ്ത്രങ്ങൾ മാറ്റി ആ ഇളം മേനിയിൽ സുഗന്ധ പരിമള തൈലം പൂശി പുണ്യതീർത്ഥമായ ഗംഗയിൽ നീരാടിച്ചു. തുടർന്ന് ഏറ്റവും ശ്രേഷ്ഠങ്ങളായ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് ദേവിയെ മംഗല്യയുക്തയാക്കി. ദേവിയുടെ കരിനീലവേണിയിൽ പാരിജാത പൂക്കൾ ചൂടിച്ചു. ആ തിരുനെറ്റിയിൽ ദേവകന്യകമാർ കുങ്കുമപ്പൊട്ടണിയിച്ചു. നീലവിലോചനങ്ങളിൽ മഷി എഴുതിച്ചു കൂടുതൽ സുന്ദരമാക്കി. കൈകളിൽ അതിമനോഹരമായ കങ്കണങ്ങളും വൈരത്തോടകളും അണിയിച്ച സഖിമാർ പുഷ്യരാഗം കൊണ്ട് നിർമ്മിച്ച നാസികാഭരണങ്ങളും ദേവിയെ അണിയിച്ചു. കഴുത്തിലും അരയിലും കാലിലും നവരത്നങ്ങൾ കൊണ്ട് തീർത്ത ആഭരണങ്ങൾ സ്ഥാനം പിടിച്ചു. ദീർഘകാലത്തെ തപസ്സുകൊണ്ട് കൃശമായി തീർന്ന ആ പാർവതപുത്രിയുടെ ഗാത്രം ഇപ്പോൾ സർവാലങ്കൃതമായി പരിലസിച്ചു. വിവാഹ മുഹൂർത്തം അടുത്തു. പുതുമണവാളനായ കൈലാസനാഥൻ വിവാഹ മണ്ഡപത്തിലേക്ക് വരവായി. മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ, മറ്റു പരിവാരങ്ങൾ എന്നിവരോടൊപ്പം അദ്ദേഹം നടകൊണ്ടു. അതേസമയം തന്റെ പുത്രിയുടെ പ്രതിശ്രുത വരനെ ഒരു നോക്കു കാണാൻ പർവ്വതരാജപത്നിയുടെ ഹൃദയത്തിൽ അന്തിമമായ മോഹമുദിച്ചു. ആഗ്രഹപൂർത്തിക്കായി രാജ്ഞി മാളിക മുകളിൽ നിലയുറപ്പിച്ചു. അപ്പോൾ നാരദ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. മേനാദേവി മഹർഷിയെ വന്ദിച്ചുകൊണ്ട് വിവാഹ ഘോഷയാത്രയെ സാഗൂതം വീക്ഷിച്ചു.
ഒപ്പം തൻ്റെ സംശയങ്ങൾ നാരദനോട് ചോദിക്കാനും തുടങ്ങി. പരിഹസിക്കാനും കളിയാക്കാനും കിട്ടുന്ന അവസരങ്ങളൊന്നും വെറുതെ കളയുന്നവനല്ലല്ലോ നാരദൻ. അദ്ദേഹം തികച്ചും കളിയാക്കുന്ന മട്ടിൽ തന്നെ മേനാദേവിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും തുടങ്ങി. അപ്പോൾ ഇവിടെ ശിവഭഗവാന്റെ ആ ഒരു ശിവപാർവതിമാരുടെ ആ ഒരു വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് അവിടെ നന്നായിട്ട് ഒരുങ്ങുകയാണ്. ആ ഹിമവാന്റെ ആ പ്രദേശം മുഴുവൻ എന്ത് ചെയ്യുകയാണ്? ആ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മുനി അവിടേക്ക് വരുന്നതും. അപ്പൊ നാരദ മുനിയെ കാണുമ്പോൾ ഉടനെ തന്നെ മേനാദേവി, അതായത് പാർവതി ദേവിയുടെ അമ്മയായിട്ടുള്ള മേനാദേവി അവിടേക്ക് വരികയാണ്. അങ്ങനെ മേനാദേവി ഓരോ കാര്യങ്ങള് ആ പർവ്വതരാജനോട് നാരദനോട് ചോദിക്കുകയാണ്. അപ്പൊ നാരദൻ അതിനുള്ള ഓരോ മറുപടികളൊക്കെ മേനാദേവിക്ക് കൊടുക്കുകയാണ്. ഭൂതഗണങ്ങളുടെ മധ്യത്തിൽ നടന്നു വരുന്ന വെളുത്തു സുന്ദരനായ ഒരു യുവാവിനെ ചൂണ്ടിക്കാട്ടി അദ്ദേഹമല്ലേ ശ്രീ പരമേശ്വരൻ എന്ന് ചോദിച്ച രാജ്ഞിയുടെ അജ്ഞതയെ നാരദൻ പരിഹസിച്ചു. അപ്പം സുന്ദരനായിട്ട്, അതായത് മഹാദേവൻ എന്ത് ചെയ്യുകയാണ്? ശിവഭഗവാൻ അതിസുന്ദരനായിട്ടാണ് ആ വിവാഹ വേദിയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അത് കാണുമ്പോൾ മേനാദേവി ഇങ്ങനെ ചിന്തിക്കുകയാണ്, താൻ മുമ്പ് കണ്ട ആ ഒരു രൂപം അല്ലല്ലോ, മുമ്പ് കണ്ട ആ ഒരു ഭഗവാനല്ലല്ലോ ഈ വരുന്നതെന്ന് പറഞ്ഞിട്ട് മേനാദേവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് മേനാദേവി പറയുകയാണ്, ആ വരുന്നത് മഹാദേവൻ തന്നെയല്ലേ എന്നിങ്ങനെ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്. അപ്പൊ നാരദ മഹർഷി ഇത് കേൾക്കുമ്പോൾ വളരെയധികം എന്താ പറയുക, ഒരു കളിതമാശ പോലെ ചിരിക്കുകയാണ്. എന്നിട്ട് നാരദ മഹർഷി പറയുകയാണ്, കൊള്ളാം, കള്ളിച്ചെടിയെ കാണിച്ച് അത് കൽപ്പവൃക്ഷമല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കുന്നു ഭവതിയുടെ ചോദ്യം. നാരദൻ മറുപടി പറഞ്ഞു. അപ്പോൾ അതിനു പിന്നിലായി വരുന്ന മറ്റൊരു കൂട്ടരെ ചൂണ്ടിക്കാട്ടി, സംഘനേതാവാണോ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ എന്നായി മേനാദേവിയുടെ ചോദ്യം. അതിന് എരിക്കിൻ പാൽ കാമദേവനു നൽകുന്ന ദേവാമൃതമാകുമോ എന്നായിരുന്നു നാരദരുടെ മറുചോദ്യം. അതും ഇന്ദുചൂടനല്ല എന്നാണ് പരിഹാസ നിപുണനായി മഹർഷി വ്യക്തമാക്കിയത്. ഇപ്രകാരം മേനാദേവിയെ പല പരിഹസിച്ച ശേഷം നാരദൻ അകലെ നിന്നും നടന്നു വരുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ദർശിച്ചു. തേജസ്വരൂപനായ ശങ്കരദേവൻ പരിവാര സമേതനായി നടന്നെടുക്കുന്ന കാഴ്ച നാരദരെയും ഹിമവൽ പത്നിയെയും ഒന്നുപോലെ പുളകം കൊള്ളിച്ചു. സാക്ഷാൽ കൈലാസനാഥന്റെ ദിവ്യദർശനം മേനാദേവിയെ കൃതാർത്ഥയാക്കി. ഇതുവരെ ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അകന്ന് അവർ ഭഗവത് ദർശനത്തിന്റെ നിർവൃതി നുകർന്നു. സത്യത്തെ ദർശിക്കുന്ന മാത്രയിൽ എല്ലാ സംശയങ്ങളും അകലുമെന്നത് പ്രപഞ്ച നിയമം അത്രേ. സത്യത്തിന് സാക്ഷ്യങ്ങളോ ബോധ്യപ്പെടുത്തലുകളോ ആവശ്യമില്ല. സത്യശിവ സൗന്ദര്യങ്ങളുടെ മൂർത്തിഭാവമായ ഭഗവാനെ കണ്ട മാത്രയിൽ മേനാദേവിയുടെ അകം കുളിർത്തു. ഇത് ശ്രീ ശങ്കരൻ തന്നെ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആ വിവാഹ ഘോഷയാത്ര അടുത്തടുത്ത് വന്നു. തന്റെ ഋഷഭ വാഹനത്തിൽ നിന്ന് ശിവനും അവരവരുടെ വാഹനങ്ങളിൽ നിന്ന് മറ്റ് ദേവന്മാരും താഴെ ഇറങ്ങി. മേനാദേവി തുളുമ്പുന്ന പാൽക്കുടവുമായി ചെന്ന് ഭഗവത് പാദങ്ങളെ അഭിഷേകം ചെയ്തു. താൻ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രത്തിന്റെ അഗ്രഭാഗം കൊണ്ട് തന്നെ അവയെ തുടച്ചു ശുദ്ധമാക്കി. ആ സമയം ശ്രീ പരമേശ്വരന് ധരിക്കുന്നതിന് നന്ദികേശ്വരൻ തങ്ക പാദുകങ്ങളുമായി അവിടെ എത്തി. ഇനി മംഗളകർമ്മത്തിന് പരിമിതമായ സമയം മാത്രം. മംഗളവാദ്യങ്ങൾ മുഴക്കിയും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞും ദേവഗന്ധർവാദികൾ ഭഗവാനെ സ്തുതിച്ചു. ഹരഹര മഹാദേവ എന്ന മന്ത്രം കൊണ്ട് ഒരിക്കൽ കൂടി അന്തരീക്ഷം മുഖരിതമായി. ത്രിമൂർത്തികൾ ഒരിക്കലും പിരിയരുതല്ലോ, അതിനാലാകണം ഹരിബ്രഹ്മാദികളുടെ മധ്യത്തിലൂടെയാണ് ഹരൻ വിവാഹ മണ്ഡപത്തിലൂടെ കതിർമണ്ഡപത്തിലേക്ക് യാത്ര ചെയ്തത്. ദേവശില്പിയുടെ കരവിരുത് ആസ്വദിച്ചും വിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും വചനങ്ങൾ ശ്രവിച്ചും കതിർമണ്ഡപത്തിൽ എത്തിച്ചേർന്ന ശ്രീ പരമേശ്വരന്റെ പവിഴാതരങ്ങളിൽ വശ്യമോഹനമായ ഒരു പുഞ്ചിരി വിടർന്നു. അതിനിഗൂഢവും വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാത്തതുമാണല്ലോ ഭഗവാന്റെ തത്വങ്ങൾ. പ്രപഞ്ചഹിതം നിറവേറ്റപ്പെടുന്നതിന് താൻ നടിക്കുന്ന വേഷങ്ങളെ പറ്റി ഓർത്താകണം ഒരുപക്ഷെ ഭഗവാന്റെ ചുണ്ടിൽ ആ പുഞ്ചിരി വിടർന്നു മറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും എന്താ പറയുക, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പിരിയാൻ പാടില്ല, അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ഈ ലോകത്ത് മംഗളം ഉണ്ടാവുകയുള്ളൂ, നന്മ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്തു കൂടിയാണ് ഭഗവാൻ ആ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. കതിർമണ്ഡപത്തെ പ്രാപിച്ച ശിവശങ്കരനെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ച് ഇന്ദ്രനീല കല്ലുകൾ പതിച്ച ദിവ്യാസനത്തിലിരുത്തി. പ്രപഞ്ചനാഥനായ ഭഗവാൻ ആസനസ്ഥനായി കഴിഞ്ഞപ്പോൾ സഭാവാസികളും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു.
ശ്രീ പാർവതി പരമേശ്വര പരിണയം ദർശിച്ച് സായുജ്യമടയാൻ ത്രിലോകവാസികളും എത്തിയിരുന്നു. അക്കാരണത്താൽ ഹിമാലയ പർവ്വതം വിറകൊണ്ടു. ഭൂലോകത്തിന്റെ ഉത്തരഭാഗം ഭാരക്കൂടുതൽ കൊണ്ട് താഴുകയും ദക്ഷിണഭാഗം ഉയരുകയും ചെയ്തു. ഭൂഗോളത്തിൽ അനുഭവപ്പെട്ട ഈ ചലനം വിവാഹവേദിയിൽ സന്നിഹിതരായിരുന്ന ദേവന്മാരെയും മുനിവരന്മാരെയും പരിഭ്രാന്തരാക്കി തീർത്തു. അവർ സാക്ഷാൽ ഹരനോട് തന്നെ സങ്കടം ഉണർത്തിച്ചു. ഭഗവാനാകട്ടെ ഉടൻ തന്നെ അഗസ്ത്യമുനിയെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. കൽപ്പന കേൾക്കെ കുംഭസംഭവനായ അഗസ്ത്യമുനി ഭഗവത് സന്നിധിയിലെത്തി ശ്രീ പരമേശ്വരനെ വണങ്ങി നിന്നു. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: മഹാമുനെ, ത്രിലോകവാസികളും ഹിമാലയ ശൃംഗത്തിൽ എത്തിയിരിക്കുന്നതിനാൽ ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭൂഗോളത്തിന്റെ ഉത്തരഭാഗം താഴുകയും ദക്ഷിണഭാഗം ഉയരുകയും ചെയ്തിരിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ സ്വർഗലോകം താഴുവാനും മഹാമേരു പർവ്വതം തുലനാവസ്ഥ നഷ്ടപ്പെട്ട് ചരിഞ്ഞു വീഴുന്നതിനും സാധ്യത കാണുന്നു. ഭൂമിയെ സന്തുലനാവസ്ഥയിൽ നിർത്തുന്നതിന് അങ്ങ് ദക്ഷിണ ഭാരതത്തിലുള്ള സഹ്യാദ്രിയിലേക്ക് യാത്ര ചെയ്താലും മുനിമാരുടെ കൂട്ടത്തിൽ കുറിയവനാണ് അഗസ്ത്യനെങ്കിലും ത്രിലോകങ്ങളെക്കാൾ ഭാരമുള്ളവനത്രേ അദ്ദേഹം. 10,000 പഞ്ഞിക്കെട്ടുകൾക്ക് ഒരു സ്വർണ്ണക്കട്ടയോളം ഭാരം കാണുകയില്ലെന്ന് വരാം. സകല ജീവരാശികളും ഉൾപ്പെടെയുള്ള പ്രപഞ്ചഭാരത്തിന് തുല്യമായ ഭാരം തപോനിഷ്ഠകൾ കൊണ്ട് മാത്രം നേടിയെടുത്തിട്ടുള്ള മഹാനാണ് അഗസ്ത്യ മഹർഷി. എന്നാൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ഭാരം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയുള്ളൂ. ഭഗവത് ഭക്തിയാണോ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന് ആർജിച്ച അപാരമായ അറിവാണോ അഗസ്ത്യ മഹർഷിക്ക് അത്രമാത്രം ഭാരം ഉണ്ടാക്കിയതെന്ന് അറിയില്ല. അപ്പോൾ ഈ അഗസ്ത്യ പർവ്വതത്തിലാണല്ലോ. അപ്പൊ അവിടെ എല്ലാവരും കൂടി എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഈ പർവ്വതത്തിന് തന്നെ താങ്ങാവുന്നതിൽ കൂടുതൽ ആ ഒരു ഇത് ഉണ്ടാവുകയാണ്. എന്നാൽ പോലും ആ അഗസ്ത്യ പർവ്വതം എല്ലാവരെയും തന്നെ താങ്ങി നിർത്തുകയാണ് അവിടെ. അദ്ദേഹം സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ ശ്രേഷ്ഠമായ ഒരു ചുമതല ഭഗവാൻ തന്നെ നേരിട്ട് ഏൽപ്പിച്ചപ്പോൾ മറ്റുള്ളവരെ പോലെ അദ്ദേഹം സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്തില്ല. അപ്പം ഈ ഒരു പർവ്വതത്തിന് അഗസ്ത്യ മഹർഷിക്കാണ് ആ ഒരു ദൗത്യം ഭഗവാൻ കൊടുക്കുന്നത്. എന്നാൽ അതിൽ ഭഗവാൻ ഒരിക്കലും അഹങ്കരിക്കുകയോ എന്താ പറയാ മറിച്ചിട്ട് തനിക്ക് ഇതെല്ലാം കഴിയുന്നുണ്ട് എന്നുള്ളൊരു ആ ഭാവം ഉണ്ടായിട്ടില്ല. ചിലര് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ അഹങ്കരിക്കും അല്ലേ? അത് പാടില്ല, ഒരിക്കലും നമ്മൾ പാടില്ല. നമുക്ക് എത്രത്തോളം നമുക്ക് നന്മ കിട്ടുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് ഐശ്വര്യങ്ങള്, എത്രത്തോളം നമുക്ക് സമ്പൽ സമൃദ്ധികള്, എത്രത്തോളം നമുക്ക് നന്മ ഉണ്ടാവുന്നു, അത്രത്തോളം നമ്മൾ താഴാനാണ് പഠിക്കേണ്ടത്. അത്രത്തോളം നമ്മൾ ആ ഒരു മനസ്സിലും ആ ഒരു നന്മ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ എത്രത്തോളം നമ്മളെ ഭഗവാൻ ഉയർത്തുന്നുണ്ടോ, ഭഗവതി ഉയർത്തുന്നുണ്ടോ, അത്രത്തോളം നമ്മൾ താഴ്ന്നു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ കിട്ടിയതെല്ലാം പിന്നീട് നിലനിൽക്കുകയുള്ളൂ. മനസ്സിലായോ? അതൊരു പരമമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും കഴിവുണ്ട്, തനിക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെയൊക്കെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ആ ഭഗവതിയുടെ ദൈവത്തിന്റെയൊക്കെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കാന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് അതെല്ലാം നിലനിർന്നു പോവുകയും നമുക്കതിൽ നന്മ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. എത്രത്തോളം നമ്മളെ ഉയർത്തുന്നുണ്ടോ, എത്രത്തോളം നമ്മൾ ഉയരുന്നുണ്ടോ, അത്രത്തോളം നമ്മൾ താഴാനും പഠിക്കണം. മനസ്സിലായോ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ അഗസ്ത്യ മുനിയും ചെയ്യുന്നത്. തനിക്ക് ഈ ഭാരങ്ങളെല്ലാം താങ്ങാനുള്ള ഉള്ള ആളാണ് എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം അതിൽ അഹങ്കരിക്കുന്നില്ല. എന്നിട്ട് കൂടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അതിൽ ഒരു അഹങ്കാര മനോഭാവമോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകുന്നില്ല. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ വിവാഹം ദർശിക്കുന്നതിനുള്ള അസുലഭമായ അവസരം നിഷേധിക്കപ്പെട്ടതിനാലാണ് അടിയന് സങ്കടം. ആ മഹത് ദർശനം ലഭിക്കാതിരിക്കാൻ മാത്രം അടിയൻ അത്ര പാപിയെന്നോ? അഗസ്ത്യരുടെ മനമുരുകിയുള്ള വാക്കുകൾ കേട്ട് ഭഗവാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. തികച്ചും സമാധാനത്തോടെ സഹ്യാദ്രിക്ക് പുറപ്പെട്ടു കൊള്ളാനും വിവാഹാനന്തരം താൻ ദേവീസമേതനായി അവിടെ വന്ന് അദ്ദേഹത്തിന് ദർശനം നൽകുന്നതാണെന്നും ശ്രീ പരമേശ്വരൻ അറിയിച്ചു. മാത്രമല്ല, അഗസ്ത്യരുടെ ത്യാഗത്തിന് പകരമായി അദ്ദേഹം പ്രവേശിക്കുന്ന ഗിരിഭാഗം അഗസ്ത്യകൂടം എന്ന പേരിൽ വിഖ്യാതമാക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. തുടർന്ന് സമചിത്തത വീണ്ടെടുത്ത അഗസ്ത്യൻ ഭഗവാനോട് വിടവാങ്ങി സഹ്യാദ്രിയിലെത്തി ഭൂമിയെ ഒരു പതനത്തിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഭൂമിയെ ഒരു പതനത്തിൽ നിന്ന് കൂടി ആര് രക്ഷിക്കുകയാണ്? ഈ അഗസ്ത്യമുനി രക്ഷിക്കുകയാണ്. ആ സമയത്ത് താങ്ങാനാവാത്തതുകൊണ്ട് അഗസ്ത്യമുനിയോട് അവിടെ നിന്ന് പോവാൻ പറയുകയാണ്. അപ്പൊ അഗസ്ത്യമുനി പോകുന്ന സമയത്ത് അഗസ്ത്യമുനി വളരെയധികം വിഷമിക്കുകയാണ്. എനിക്ക് അങ്ങയുടെ വിവാഹം കാണാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തിട്ട് അഗസ്ത്യമുനി വളരെയധികം സങ്കടപ്പെടുകയാണ്. അപ്പൊ ഭഗവാൻ
അഗസ്ത്യ മുനിയെ സമാധാനിപ്പിക്കുകയാണ്. നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ എത്രയും പെട്ടെന്ന് എവിടേക്ക് പോകാൻ പറയാണ്, സഹ്യാദ്രിയിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയാണ്. ഞാൻ അവിടെ വന്ന് നിന്നെ ദർശിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അഗസ്ത്യരുടെ ആ ഒരു സ്ഥാനത്തിന് അഗസ്ത്യകൂടം എന്നുള്ള ഒരു നാമം കൂടി കൊടുക്കുകയാണ്. ആ അഗസ്ത്യകൂടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അഗസ്ത്യകൂടത്തിലൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ആ അഗസ്ത്യകൂടത്തിലേക്ക് ആര് പോവുകയാണ്, നമ്മുടെ അഗസ്ത്യർ പോവുകയാണ്. അപ്പോഴേക്കും മുഹൂർത്തമായി. വിവാഹവേദിയിലേക്ക് ഉമയെ ആനയിച്ചു കൊണ്ടുവരുവാൻ ഹിമവാൻ കൽപ്പിച്ചു. ജയദുർഗാദേവിയാണ് ഉമയുടെ കരം പിടിച്ച് വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നാണിച്ച് നമ്രശിരസ്കയായി അന്നനടയോടെ ദേവി കതിർമണ്ഡപത്തിലേക്ക് നടന്നു. ഇന്ദ്രപത്നി താമ്പൂല തളികയേന്തി ദേവിയെ അനുഗമിച്ചപ്പോൾ മണ്ണിലും വിണ്ണിലും പാതാളത്തിലുമുള്ള ഗംഗാദേവിമാർ ദേവിക്ക് വെൺചാമരങ്ങൾ വീശി. ഭദ്രകാളിയും ചോരക്കാളിയും കൊടുങ്കാളിയും പാർവതിക്ക് മുത്തുകുടകൾ പിടിച്ചു. ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി നവവധുവിനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. വിദ്യാദേവിയായ സരസ്വതി സ്തുതിഗീതങ്ങളാൽ ആ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടി. അങ്ങനെ സർവമംഗളങ്ങളും തെളിഞ്ഞ ആ ധന്യമുഹൂർത്തത്തിൽ ദേവി കതിർമണ്ഡപത്തിൽ വലതുകാൽ വെച്ച് പ്രവേശിച്ചു. കരുണാമയനായ ശ്രീ പരമേശ്വരൻ ഉമാദേവിയെ വീക്ഷിച്ചു. ആ മുഖത്തെ പുഞ്ചിരിയും തൃക്കൺ കടാക്ഷവും ദേവിയെ തന്റെ വാമഭാഗത്തേക്ക് ക്ഷണിക്കുന്നതായി തോന്നിച്ചു. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. വരന്റെയും വധുവിന്റെയും കരചരണങ്ങൾ ഗംഗാജലം കൊണ്ട് കഴുകി ശുദ്ധി വരുത്തിയത് മേനാദേവിയായിരുന്നു. തുടർന്ന് ഹിമവാൻ അർഘ്യപാതി ചന്ദനാദികൾ കൊണ്ട് പരാത്പരാധങ്ങൾ പൂജിച്ച് പാർവതീദേവിയുടെ കൈപിടിച്ച് ശ്രീ പരമേശ്വരന്റെ കൈകളിൽ സമർപ്പിച്ചു. ഒപ്പം സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ ഇടർന്ന കണ്ഠത്തോടെ തന്റെ പുത്രിയെ ശിവശങ്കരന് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ആ മംഗള മുഹൂർത്തത്തിൽ ഗന്ധർവന്മാരും സിദ്ധന്മാരും നാരദ മഹർഷിമാരും വീണാ തമ്പുരു വാദ്യങ്ങൾ വായിച്ചു. ഉർവശി, മേന, രംഭ, തിലോത്തമ മുതലായ ദേവനർത്തകിമാർ നൃത്തം ചെയ്തു. ലക്ഷ്മി, സരസ്വതി തുടങ്ങിയവർ മധുരമായി പാടി. ഭൂതഗണങ്ങൾ വാദ്യോപകരണങ്ങൾ മീട്ടി. ദേവന്മാരും മുനിമാരും വധൂവരന്മാർക്കുമേൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. സ്വർണപാത്രത്തിൽ ഹിമവാൻ നിറച്ചു കൊണ്ടുവന്ന പശുവിൻ പാൽ, തേൻ, നെയ്യ്, മാമ്പഴം, കദളിപ്പഴം തുടങ്ങിയവയെ ശിവശങ്കരൻ വിരൽ കൊണ്ട് സ്പർശിച്ചു തന്നെ ത്രിമധുരമാക്കി തീർത്തു. ഹിമവാൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ പുഷ്പവും ചന്ദനവും പനിനീരും കൊണ്ട് ആ ത്രിമധുരത്തെ ഭഗവാന് തന്നെ നിവേദ്യമായി അർപ്പിച്ചു. ഈ സമയം അത്രയും തൊഴുകൈകളോടെ തന്റെ പാർശ്വത്തിൽ നിലയുറപ്പിച്ചിരുന്ന ബ്രഹ്മദേവനെ ചോദ്യഭാവത്തിൽ ഭഗവാൻ ഒന്ന് നോക്കി. അങ്ങനെ പാർവതീദേവിയെ ശിവഭഗവാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മേനാദേവിയും ഹിമവാനും ഏൽപ്പിക്കുകയാണ് തൻ്റെ പുത്രിയെ. അങ്ങനെ അവർ അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ ആ ഒരു മംഗള മുഹൂർത്തത്തില് ബ്രഹ്മദേവൻ ഒരു ചോദ്യഭാവത്തില് ഭഗവാനെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം അറിയിച്ചു. ഹേ മഹേശ്വര, മനുഷ്യരും ദേവന്മാരും വിവാഹവിധി ശരിയായി അത് അച്ഛനോട് ചോദിക്കും. ഞാൻ ഇപ്പൊ വരാം. ലൈവിലാണ് ഇപ്പൊ വരാം. മോൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ അച്ഛനോട് ചോദിക്കും. ഇപ്പൊ വരാം അമ്മ, ഒരു മിനിറ്റ്. അതാ വരുന്നേ. അപ്പൊ ഞാൻ ഫുള്ള് വായിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മോൻ വന്നിട്ട് ബഹളം വെക്കുന്നുണ്ട്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എത്ര പേരെ വന്നിട്ടുള്ളതെന്ന് അറിയത്തില്ല. ശരത്ത്, ജഗൻ, അമ്മു, ശ്രുതി, ധനേഷ്, ധനു, ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അപ്പം ഇന്ന് എനിക്കിത് ഫുള്ള് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഇത് പറയാം. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര.